നമസ്കാരം. ജമ്മു കാശ്മീരിലെ രജൌരിയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നിരോധിത ഭീകരവാദ സംഘടനയായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട്. 5 സൈനികരാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. ആക്രമണം നടന്ന സ്ഥലത്തു നിന്നുള്ള ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘടന പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ടിന്റെ പങ്ക് പുറത്തു വരുന്നത്. കാരണം US നിർമ്മിത അത്യാധുനിക ML കാർബൈൻ റൈഫിൾ ചിത്രത്തിൽ കാണാം. ഇതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നതിന്റെ സൂചനകളിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ സംഘടനയുടെ നേതാക്കൾ തന്നെ രംഗത്തെത്തി തങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നുകൂടി അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇതിന് പിന്നിൽ PAFF ആണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലഷ്കർ-ഇ തോയ്ബയുടെ കീഴിലുള്ള ഭീകര സംഘടനയാണ് ഈ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. US നിർമ്മിത M4 കാർബൈൻ തോക്ക് ഉപയോഗിച്ചാണ് ഇവർ സൈനിക വാഹനത്തിന് നേർക്ക് വലിയ ആക്രമണം നടത്തിയത്. 1980കളിലാണ് അമേരിക്ക ഭാരം കുറഞ്ഞ ഇത്തരത്തിലുള്ള തോക്കുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയത്. രജൌരിയിലെ സുന്ദർകോട്ട് മേഖലയിൽ DKG എന്നറിയപ്പെടുന്ന ദേരാക്കി ഗലിയിൽ വെച്ചാണ് സൈനികർ സഞ്ചരിച്ച ട്രക്കും അതിനോടൊപ്പം ഒരു ജിപ്സിയും ആക്രമിക്കപ്പെട്ടത്. സൈന്യം സഞ്ചരിച്ച വാഹനത്തിന് നേർക്ക് ഒളിച്ചിരുന്ന ഭീകരർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. എന്തായാലും ഇനിയും ഈ മേഖലയിൽ 25 മുതൽ 30ഓളം ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സൈന്യത്തിന്റെ വിവരം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ട്രൂപ്പുകളെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നതും. അങ്ങനെ ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം അത് ലഷ്കർ-ഇ തോയ്ബയ്ക്ക് മാത്രമല്ല, മറിച്ച് അവരുടെ ഉപസംഘടനയായ നിരോധിത സംഘടനയായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ടിന് കൂടി ഉണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.